ജവഹർലാൽ നെഹ്റു ഫെലോഷിപ്പ് ഉൾപ്പെടെ ദേശീയ അന്തർദേശീയ തലത്തിൽ 30-ലധികം പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നിലവിൽ പശ്ചിമ ബംഗാൾ ഗവർണർ എന്ന നിലയിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനൊപ്പം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ സജീവമായ സാന്നിധ്യമാണ് ഡോക്ടർ ഷിവി ആനന്ദബോസ്. അദ്ദേഹത്തെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ട് ഉദ്ഘാടനം നടത്തുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദനായ സ്വാമി ദേവാനന്ദപുരി, ജസ്റ്റിസ് ശശിധരൻ, ശ്രീ വി കെ സോമസുന്ദരൻ, ശ്രീ ദണ്ഡപാണി, ശരത് ഹരിദാസൻ, പത്മ ഗിരീഷ്, ഡോക്ടർ സി ശ്യാമപ്രസാദ്, ശ്രീകുമാർ MP, ശ്രീ വി കെ സുദർശൻ സുന്ദരൻ, ഡോക്ടർ KG രവീന്ദ്രൻ, ശ്രീ കൃഷ്ണദാസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ശിലാസ്ഥാപനം നടത്താൻ എനിക്ക് അവസരം തന്ന ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു, സംഘാടകരോട് നന്ദി പറയുന്നു, വന്നേ പറ്റൂ എന്ന് നിർബന്ധിച്ച പ്രമുഖ ആധ്യാത്മിക പ്രഭാഷക സരിത നായരോട് നന്ദി പറയുന്നു. വാസ്തവത്തിൽ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഒരു വൃദ്ധൻ, അദ്ദേഹം എല്ലാ ദിവസവും വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയ ഫുട്ബോൾ മൈതാനം മുഴുവൻ 2-3 പ്രാവശ്യം കാണും. ഒരു പ്രാവശ്യമെങ്കിലും കാണും. അപ്പോൾ ഒരിക്കലും അദ്ദേഹം പകുതി ദൂരം നടന്നിട്ട് അവിടെ നിന്നു, തിരിച്ചു പോകാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താ അങ്കിളെ തിരിച്ചു പോകുന്നത്? വയസ്സും പ്രായമൊക്കെ ആയില്ലേ, ഇനി പകുതി ദൂരം നടക്കാനേ പറ്റുള്ളൂ, അതുകൊണ്ട് തിരിച്ചു പോവാം. അപ്പോൾ ചെറുപ്പക്കാരൻ ചോദിച്ചു, പകുതി ദൂരം വന്നതിന് ശേഷം മുമ്പോട്ട് നടന്നാലും പിമ്പോട്ട് നടന്നാലും ഒരുപോലെയല്ലേ, അങ്ങനെ മുമ്പോട്ട് നടക്കുക, ഇതാണ് സത്യത്തിൽ നമ്മൾ പ്രായമായവരെ പ്രേരിപ്പിക്കേണ്ടത് മുൻപോട്ട് നടക്കാനാണ്. ചരയവേത്തി എന്ന് ബ്രാഹ്മണിൽ പറയുന്നത് പോലെ മുമ്പോട്ട് പോവുക. അതുപോലെ എക്ലാ ചലോ ബംഗാളിൽ പറയും, രവീന്ദ്രനാഥ് ടാഗോർ പറയും, ഒറ്റയ്ക്ക് നടക്കുക, ഒറ്റയ്ക്ക് മുമ്പോട്ട് പോവുക. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമുക്ക് കുടുംബത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്നത്, ഈശ്വരൻ വിശ്വാസം കൂടുന്നത്, അതുപോലെ സാമൂഹ്യമായ ജീവിതം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇതുപോലെ ഒരു മുത്തശ്ശൻ വീട്, നല്ല പേരാണ്, ആര് നിർദ്ദേശിച്ചാണെങ്കിലും വളരെ നല്ല മനസ്സിൽ തങ്ങി നിൽക്കുന്ന, വൈകാരികമായ നമുക്ക് ആസക്തി ഉണ്ടാക്കുന്ന, ഒരു അഭിനിവേശം ഉണ്ടാക്കുന്ന ഒരു പേരാണ് മുത്തശ്ശൻ വീട്. സ്നേഹം, ദയ, ഇതൊക്കെ മുത്തശ്ശനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ഈ വീട്ടിൽ നിന്നും കിട്ടും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അതിന് സംഘാടകരെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ പ്രവർത്തിക്കുന്നവരാണ് അവർ. ഒരു കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, ഈ മുത്തശ്ശൻ വീട് ഒരു വൃദ്ധസദനമാണോ, അത് അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ കൊണ്ട് തള്ളുന്ന സ്ഥലമാണോ മക്കള്? അപ്പം അങ്ങനെയുള്ള സ്ഥലമല്ല. ഇത് വൃദ്ധന്മാർക്ക് സാമൂഹ്യ ജീവിതം നയിക്കാനുള്ള ഒരു സ്വീകരിയാണ്. അത് വളരെ നന്നായി. കാരണം ഞാനൊരു കഥ കേട്ടത് ഓർക്കുകയാണ്. ഒരു സ്ത്രീ, അവരൊറ്റ കണ്ണിയാണ്. അവർ പല വീടുകളിലൊക്കെ പോയി ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരുടെ കുഞ്ഞിനെ വളർത്തുന്നത്. കുഞ്ഞ് 3-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അമ്മ ഉച്ചയ്ക്ക് ആഹാരം കൊണ്ട് സ്കൂളിൽ വരും. അപ്പോൾ കുട്ടികൾ പറയും, ഒറ്റക്കണ്ണിയുടെ മകൻ എന്ന്. അതവന് വല്ലാതെ വിഷമം വന്നു. അവൻ അമ്മയോട് വെറുപ്പായി. അവൻ വളർന്ന് ഉദ്യോഗം കിട്ടി. അവൻ സിറ്റിയിൽ ഒരു വീടൊക്കെ വെച്ചു. അമ്മയും പേര് അറിയിച്ചില്ല, കല്യാണം കഴിച്ച കാര്യം പോലും അമ്മയെ അറിയിച്ചില്ല. ഒരു ദിവസം അവൻ കാണുന്ന അവൻ്റെ സിറ്റിയിലെ വീടിൻ്റെ മുൻപിൽ വൃദ്ധയായ ഒരു സ്ത്രീ വന്നൊരു പൊതിക്കെട്ട് അയച്ച് പലഹാരം കൊടുക്കുകയാണ് അവരുടെ കുഞ്ഞുങ്ങൾക്ക്. അയാൾക്ക് മനസ്സിലായി തൻ്റെ അമ്മയാണ്. അയാൾ നേരെ വന്നിട്ട് വൃദ്ധയായ അമ്മയോട്, നിങ്ങൾ എനിക്ക് ഇവിടെയും സ്വൈര്യം തരില്ലേ, ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് അമ്മയെ ഇറക്കി വിട്ടു. കുറെ കാലം കഴിഞ്ഞ് ഇയാൾ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. തിരികെ വരുമ്പോൾ അയാൾക്കൊരു കത്ത് കിട്ടി. പറഞ്ഞു, നിങ്ങളുടെ അമ്മ തന്നതാണ് മരിക്കുന്നതിന് മുമ്പ്, അവർ മരിച്ചുപോയി.
ഇവിടെ കത്തെടുത്ത് വായിച്ചപ്പോൾ എഴുതിയിരിക്കുന്നതെന്നറിയും, മകനെ, പൊന്നു മോനെ, നിനക്കും നിന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്ന ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, ഒരു കാര്യം നിന്നോട് മരണത്തിന് മുമ്പ് പറയണം എന്നെനിക്കുണ്ട്, അതുകൊണ്ട് പറയുകയാണ്. നിനക്ക് ചെറുപ്പകാലത്ത് ഒരു കാറപകടം ഉണ്ടായി. ആ കാറപകടത്തിൽ നിന്റെ ഒരു കണ്ണ് പോയി. നിന്നെ ആളുകൾ ഒറ്റക്കണ്ണ എട്ടക്കണ്ണ എന്ന് വിളിക്കുന്നത് കേട്ട് അമ്മയ്ക്ക് സഹിച്ചില്ല. അതുകൊണ്ട് അമ്മയുടെ കണ്ണാണ് നിനക്ക് നൽകിയത് എന്ന്. അതാണ് അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്, അമ്മയെന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, അമ്മ എന്ന് പറഞ്ഞാൽ ത്യാഗമാണ്. ഈ പ്രായത്തിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ചെറുപ്പത്തിൽ അമ്മയിൽ നിന്ന് പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു കാര്യവും പഠിക്കുന്നില്ല. വായിച്ച് അറിവുണ്ടാക്കണം, പക്ഷെ തിരിച്ചറിവ് തരുന്ന അമ്മയാണ്. ആ അമ്മമാരെ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ട് തള്ളുന്നത് ശരിയല്ല. അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ, അതിനും വലിയൊരു കോവിലുണ്ടോ എന്ന് ചോദിക്കുന്നത് വളരെ ശരിയാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എന്തും സഹിക്കുന്നത് ഒരു പറച്ചിലുണ്ട്, ദൈവത്തിന് എല്ലാവരെയും കാണാൻ സമയമില്ല, അതുകൊണ്ട് അമ്മമാരെ സൃഷ്ടിച്ചുകൊണ്ട്. ദൈവ തുല്യർ തന്നെയാണ് അമ്മമാര്, അതുപോലെ വൃദ്ധരായ അച്ഛന്മാര്. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് അവർക്ക് സ്വൈര ജീവിതം നയിക്കാനുള്ള ഒരു ഗേഹമായിട്ടാണ് മുത്തശ്ശൻ വീട് വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. വളരെ വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈശ്വരന്റെ എല്ലാ അനുഗ്രഹവും ഇവിടെ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പുണ്യഭൂമിയിൽ വരാൻ എനിക്ക് അവസരം കിട്ടിയ ഒരു വലിയ നിയോഗമായിട്ട് ഞാൻ കരുതുകയാണ്. എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരാൻ ഉദ്ദേശിച്ചിരുന്നതല്ല. പക്ഷേ സരിതായർ എന്നോട് ഇതിനെക്കുറിച്ച് ദീർഘമായി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ നല്ല ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായും അവിടെയാണ് പോകേണ്ടത്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കഥ ഓർത്തു പോവാണ്. എനിക്ക് പറ്റിയ ഒരു അമളി അത് പറയാം. ഞാൻ ഈ കൊല്ലത്ത് ജില്ലാ കളക്ടറായിരുന്നു. അപ്പോൾ അവിടെ ഒരു അന്തർദേശീയ മതസമ്മേളനം നടന്നു. ഈ മതസമ്മേളനത്തിൽ പല പ്രഗത്ഭരുമൊക്കെ വന്ന് പ്രസംഗിച്ചു. ഒരു ദിവസം നമ്മൾ ചിന്മയാനന്ദ സ്വാമിയുടെ പ്രസംഗമായിരുന്നു, ഗീതാ പ്രവചനം. അപ്പം എനിക്ക് ചിന്മയാനന്ദ സ്വാമിയെ അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗീതാ പ്രവചനം കേട്ടിട്ടുണ്ട്. വളരെ നല്ല ഭംഗിയായിട്ടും അദ്ദേഹം സംസാരിക്കും. അപ്പം അദ്ദേഹത്തെ കാണാം, എൻ്റെ ബഹുമാനം അറിയിക്കാമെന്നൊക്കെ ചെന്നപ്പോൾ അവിടെ ഒരു അനൗൺസ്മെന്റ്, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് ചിന്മയാനന്ദ സ്വാമിയുടെ വിമാനം 1 മണിക്കൂർ വൈകി. അടുത്ത അനൗൺസ്മെന്റ് കേൾക്കണോ? അത് ആ സമയത്ത് നമ്മുടെ കളക്ടർ ആനന്ദ് ബോസ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ അതിനെക്കുറിച്ച് പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞാൻ സ്റ്റേജിലേക്ക് കയറുന്ന വഴിക്ക് ചോദിച്ചു, ഈ വിഷയം എന്താ? വിഷയം കേൾക്കണോ? വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനവും. എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയാൽ പിന്നെ അറിയിക്കാം. എങ്ങനെ വിളിച്ചു പറഞ്ഞതല്ലേ എന്നോർത്ത് ഞാൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനവും എന്നൊക്കെ പറഞ്ഞൊരു 20 മിനിറ്റ് പ്രസംഗിച്ചു. അപ്പൊ എനിക്കൊരു ചിറ്റ് കിട്ടി. അപ്പം സാധാരണ പ്രസംഗത്തിലേക്ക് ചിറ്റ് കിട്ടിയതിന്റെ അർത്ഥം എളുപ്പം നിർത്തണം എന്നാണല്ലോ. ചിറ്റിൽ എഴുതിയിരുന്നത് സ്വാമിയുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ കൂടി വൈകി. അങ്ങനെ 2 മണിക്കൂർ നേരം ഞാൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ഭാരതീയ ദർശനത്തെ കുറിച്ച് പ്രസംഗിച്ചു. ഇത് രംഗം 1. ഇനി രംഗം 2. എനിക്ക് യുഎന്നിന്റെ അവാർഡ് കിട്ടിയ നമ്മുടെ കോമ്പിയറോട് പറഞ്ഞു, യുഎൻ അവാർഡ് വാങ്ങാൻ ഞാൻ അവിടെ പോയി, ജനറൽ അസംബ്ലി പോയി. അവാർഡൊക്കെ കിട്ടി. ഒരു 3 മിനിറ്റ് അവൻ്റെ പ്രസംഗിക്കാൻ വെച്ച് ഞാൻ പ്രസംഗിച്ചു. കൈയടിയൊക്കെ കിട്ടി. സന്തോഷമായിട്ട് ഞാൻ എൻ്റെ മാനങ്ങാട്ടിൽ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു ടെലിഫോൺ കോൾ. അന്ന് ഈ മൊബൈലൊന്നും അത്ര പ്രചാരത്തിലില്ല. ട്രങ്ക് കോളാണ്, ഇന്റർനാഷണൽ ട്രങ്ക് കോൾ വിളിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങേ തലയ്ക്ക് ഒരു പ്രായമായ സ്ത്രീയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവരെന്നോട് ദയനീയമായിട്ട് ചോദിച്ചു, ഡോക്ടർ ബോസ് ആണോ? ഞാൻ പറഞ്ഞു, അതെ മാഡം, എനിക്കൊരു സഹായം വേണം. ഞാൻ എന്ത് പറയും മാഡം? എനിക്ക് 2-3 ദിവസമായിട്ട് ഡോക്ടർ ബോസ് ഉറക്കം വരുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ മെഡിക്കൽ ഡോക്ടറാണെന്ന് കരുതിയായിരിക്കും, അതായിരിക്കും എന്നോട് അങ്ങനെ ചോദിച്ചത്. ഞാൻ പറയും, മാഡം ഞാൻ മെഡിക്കൽ ഡോക്ടറല്ല, അതൊക്കെ എനിക്കറിയാം, PhD ആണെന്നും ഒക്കെ അറിയാം, ബിറ്റ്സ് ബിലാനിയാണെന്നും ഒക്കെ എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറെ, എനിക്ക് ഉറക്കം വരുന്നില്ല 3 ദിവസമായിട്ട്. ഇപ്പം ഞാൻ ചോദിച്ചു, മാഡം ഈ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഉണ്ടോ? എല്ലാം ഉണ്ട്. ഉറക്ക ഗുളിക കഴിക്കുന്ന പതിവുണ്ടോ? ഉണ്ട്. അപ്പം 2-3 ദിവസം മാഡം ഉറക്ക ഗുളിക കഴിക്കാൻ മറന്നുപോയി കാണും, അതായിരിക്കും ഉറക്കം വരാതെ. ഒന്നുമല്ലെന്നേ, ഞാൻ ഇത് ഇപ്പോഴും വീണോ ബാർബിറ്റൺ 500 mg കഴിച്ചിട്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, ഡോക്ടർ വിചാരിച്ചാൽ ഉറങ്ങാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും മാഡം. അതെ, അന്ന് ഇവിടെ കളക്ടറായിരുന്നപ്പോഴേ ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ച് പ്രസംഗം പ്രസംഗിച്ചു. അത് അവർക്ക് 1 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങാൻ ആ പ്രസംഗം ഒന്നുകൂടെ ബോളിൻ്റെ അകത്തോടെ പറയണം. അങ്ങനെ പറയുന്നതിന് മുൻപ്
നിർത്തുകയാണ് ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഈ പ്രസംഗകരെ സംബന്ധിച്ചുള്ള ഒരു ഇതുള്ളത് ദൈവം രക്ഷിക്കും, ഈശ്വര രക്ഷതു അല്ലേ. അത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ അമ്പലം കണ്ടപ്പം ഓർത്തതാണ്. ഞങ്ങളുടെ സ്ഥലത്തൊരു രവിവാര പാഠശാലയുണ്ട്, ഈ NSS കരയോഗത്തിൻ്റെ. അവിടെ പഠിച്ച കാര്യങ്ങൾ ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്നതിൽ ഉദ്ദേശം അവരുടെ കുട്ടികളെ ഉദ്ദേശം പറയുകയാണ്. ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ എത്രത്തോളം ഭാരതീയരെ ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ചിലതൊക്കെ അവിടെ പഠിച്ചു. അർത്ഥമൊന്നും എനിക്കൊന്നും അറിയില്ല. എനിക്കെന്നാ എൻ്റെ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുക. പക്ഷെ അതിൽ ഒരു കാര്യം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഹിമവാനെ കുറിച്ച്. ആ സ്ഥിത്തരസ്യാം ദിശി ദേവതാത്മ ഹിമാലയോ നാമ നഗാധിരാജ പൂർവാപരോ ത്വയ നിധീവ ഗാഹ്യ സ്ഥിതപ്രതിഭയാം ഇവ മാനദണ്ഡ. ഇത് കാളിദാസന്റെ ആണെന്ന് അന്ന് എനിക്കറിയില്ല. അതിന്റെ മലയാളം പറഞ്ഞു തന്നു. ദേവാനുഭാവതരൻ ഉത്തരദിക്കുണ്ട് മേകുന്നു മാമല ഹിമാലയ നാമധേയൻ ആഴിക്ക് 2 വെടിക്ക് കിടക്കിയാൽ ഈ ഊഴിക്കര കളവുചങ്ങല എന്ന പോലെ. ഇതും അതുപോലെ ഭഗവത്ഗീത. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. എന്നാലും ഓം കർണക്ഷേത്രി കുരുക്ഷേത്രി സമഭേദ യൂത്സഭ മാമക പാണ്ഡവശ്ചൈവ കിമപൂർവത്ത സഞ്ജയ. ചെറിയൊരു ചോദ്യമാണ്. എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും നീ അവിടെ എന്ത് ചെയ്യുക എന്നുള്ള ചെറിയ ചോദ്യം. പക്ഷേ അതിന്റെ ഉത്തരം ഭഗവാൻ തരുമ്പോൾ ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട ഘടകങ്ങളുടെ മുഴുവൻ രഹസ്യങ്ങളും വെളിച്ചത്ത് കൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ദേഹം എന്ന് പറയുന്നത് വെറും വസ്ത്രം പോലെയാണ്, മാറ്റി മാറ്റി കൊണ്ടുവരാവുന്ന വസ്ത്രം പോലെയാണ്. ദേഹിയാണ് വലുത്. അതുപോലെ നമ്മൾ ഒരിക്കൽ മരിച്ചാൽ പിന്നെ പുനർജനിക്കും. യാതശ്രീ ധ്രുവോർ മൃത്യും ധ്രുവം ജന്മ മൃതസ്യ തസ്മാത് അപരിഹാര്യർത്ഥേ നത്വം ശോചിത് മാർഗസി. എനിക്കൊരു സംശയം ഞാൻ ചോദിക്കുമായിരുന്നു അന്ന്. ഈ ദേഹമാണല്ല വലുത്, ദേഹിയാണ് വലുതെന്ന് പറയുന്നത്. പക്ഷെ ദേഹം എനിക്ക് തൊട്ട് നോക്കാം, ഐ ക്യാൻ സ്മെൽ ഇറ്റ്, ഐ ക്യാൻ ഫീൽ ഇറ്റ്, ഐ ക്യാൻ ടച്ച് ഇറ്റ്. പക്ഷേ ഈ ദേഹി ആത്മാവ് എന്താണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ല, തൊടാൻ പറ്റുന്നില്ല, മണക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? അതിന് ഏറ്റവും ലളിതമായ ഉത്തരം, അധികം ഒന്നും ആരെയും ഭ്രമിപ്പിക്കുന്ന രീതിയിലില്ല, വളരെ ലളിതമായ ഉത്തരം. നയനം ചിന്തന്തി ശസ്ത്രാണി നയനം ജഗതി പാപക ന ചൈനം ഭേദയന്ത്യാപോ ന ശോഷയതി മാരുതക എന്ന് പറഞ്ഞാൽ അമ്പ് കൊണ്ടോ തീയിലോ അഗ്നി കൊണ്ടോ ജലം കൊണ്ടോ വായു കൊണ്ടോ ഒന്നും നശിപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ് ആത്മാവ്. ഇതൊക്കെ പഠിച്ചത് ഇതുപോലുള്ള ഒരു സ്ഥാപനം തന്നെയായിരുന്നു അന്ന് ഞങ്ങൾക്ക് നാട്ടിലുണ്ട്. ഒരു അമ്പലമുണ്ട്, അവിടെ ഒരു കരയോഗമുണ്ട്. ഇതിൻ്റെയൊക്കെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ എനിക്ക് നാളെ ഒരു കോൺവെക്കേഷൻ ഉള്ളത് കൊണ്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ എനിക്കിവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. അത് ഇനിയും വരാമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയും വരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു കഥ ഓർത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ കേട്ടതാണ്. അന്ന് ഈ ഇന്റർനെറ്റും ഒന്നുമില്ല. അന്ന് സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വല്ല കളിയൊക്കെ കണ്ടുപിടിച്ച് കളിച്ചോണം. അപ്പൊ അവിടെ ഈ നെൽപ്പാടത്ത് ഒരു ഭാഗം അടിച്ചുയർത്തി അവിടെ ഈ വെള്ളരി നടുന്നത്. ഈ വെള്ളരി പറിച്ചു കഴിഞ്ഞാൽ അതൊരു പ്ലാറ്റ്ഫോം പോലെ കിടക്കും. അപ്പൊ അയലത്തെ കുട്ടികളൊക്കെ അവിടെ വന്ന് തൽക്കാലം ചില നാടകമൊക്കെ ഇംപ്രോംപ്റ്റുമായിട്ട് ഉണ്ടാക്കി അവിടെ കളിക്കും. അതിന് മാട്ടനാടകമെന്നും വെള്ളരി നാടകമെന്നും ഒക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വെള്ളരി നാടകം ചെറുപ്പത്തിൽ കണ്ട കാര്യം. അപ്പൊ ഈ നാടകം കളിക്കാനൊന്നും അമ്മ വിടത്തില്ല. അത് വീട്ടിലെവിടെയെങ്കിലൊക്കെ ഇരുന്ന് കളിച്ചോണം. എങ്കിലും ഒരിക്കൽ അമ്മമ്മ വെട്ടിച്ച് ഞാൻ നാടകം കാണാൻ പോയി. നാടകത്തിന്റെ 1ാം ചങ്ങം ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാര് അവർ വീടിന്റെ ഉമ്മറത്തിരുന്ന് സ്വറ പറഞ്ഞിരിക്കുക, ചിരിച്ച് കളിച്ചിരിക്കുക. അപ്പൊ അകലെ നിന്ന് ഒരാൾ വരുന്നത് നോക്കിയപ്പോഴത്തേക്കും അമ്മായിയമ്മ. അപ്പൊ അമ്മായിയമ്മ വരുന്ന അത്ര രണ്ടുപേർക്കും വലിയ തൃപ്തിയില്ല. അമ്മായിയമ്മ ഓടിക്കാനായിട്ട് എന്ത് ചെയ്തു? ഒരു കുടുംബ കലകാരനെ സൃഷ്ടിച്ചു. ഭർത്താവ് കരണത്തിനൊരു അടി വെച്ചു കൊടുത്ത് ഭാര്യ ഇരുന്ന് മോങ്ങാനും തുടങ്ങി. ഈ പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ അമ്മായിയമ്മ അതൊക്കെ വലിഞ്ഞു. അമ്മായിയമ്മ വലിഞ്ഞുള്ള സന്തോഷത്തിൽ രണ്ടുപേരും വീണ്ടും വന്നിട്ട് ചിരിച്ചു കൊടുത്ത് കളിച്ച് ചോദിക്കുക, കൊള്ളാതെ ഞാൻ തല്ലിയത് കണ്ടോ എന്ന് ഭർത്താവ്, നോവാതെ ഞാൻ മോങ്ങിയത് കേട്ടോ എന്ന് ഭാര്യ. അമ്മായിയമ്മ തിരിച്ചു വന്നിട്ട് പോകാതെ ഞാൻ നിന്നതും കണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പോകാതെ ഇവിടെ നിൽക്കും എന്ന ഭീഷണിയോടുകൂടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമസ്കാരം ചെയ്യും. രസകരമായി ജ്ഞാനാത്മകമായി നമ്മളോട് ഇത്രയും നേരം സംസാരിച്ച അദ്ദേഹത്തിന് നമുക്ക് സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം യാത്രയാക്കാൻ. കാരണം അദ്ദേഹത്തിന് വളരെ തിരക്കുകൾ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഇനിയും അദ്ദേഹത്തിനെ നമ്മുടെ പല ചടങ്ങുകൾക്കും വിളിച്ച്